നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. മുൻ സുപ്രീംകോടതി ജഡ്ജിയും വിരമിച്ച DGPയും ഉൾപ്പെടുന്നതായിരിക്കും സമിതി. ഉത്തരവ് നാളെ പുറത്തിറക്കും. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ലോക്സഭ പോലും തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? സുപ്രീം കോടതിയുടെ നിരീക്ഷണം എങ്ങനെ? അശ്വതി, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സമരം, അതിൽ ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ സംഘർഷമുണ്ടായിരുന്നു. വിവിധ ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. ബീഹാറിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി, ഡൽഹിയിൽ CJP സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി, ഒപ്പം സമരക്കാർ പോലീസിനെ ആക്രമിച്ചത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ, അങ്ങനെ നിരവധി ഹർജികൾ കോടതിക്ക് മുൻപിലുണ്ടായിരുന്നു. ഇതിൽ വാദങ്ങൾ കേട്ട ശേഷമാണ് ഇപ്പോൾ ഈ പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിലുണ്ടായിട്ടുള്ള സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻ സുപ്രീം കോടതി ജഡ്ജിയൊപ്പം വിരമിച്ച DGP, വിരമിച്ച CBI ഉദ്യോഗസ്ഥൻ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു ഉന്നതതല സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകുക. അത് സംബന്ധിച്ചൊരു അന്തിമ ഉത്തരവ് നാളെ പുറത്തിറക്കും എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയത്. അതായത് ഈ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ ഉത്തരവ് നാളെ സുപ്രീം കോടതി പുറത്തിറക്കും. ഒപ്പം ഡൽഹി പോലീസ് ഇന്ന് ഇതേ സമാനമായ ഹർജികളുമായി ബന്ധപ്പെട്ടൊരു സത്യവാങ്മൂലവും സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. അതായത് ഡൽഹിയിൽ CJP സമരത്തിൽ അമിത ബലപ്രയോഗം ഈ സമരക്കാർക്ക് നേരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഡൽഹി പോലീസ് ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയത്. പാർലമെന്റ് മാർച്ച് അക്രമാസക്തമായതോടെ ബാരിക്കേഡുകൾ വിദ്യാർത്ഥികൾ തകർത്തതോടെയാണ് ഈ സമരക്കാരെ നിയന്ത്രിച്ചത്. ആണി വെച്ച് വടി ഉപയോഗിച്ച് അടിച്ചത് സമരക്കാരാണ് എന്നൊരു വാദവും പോലീസ് സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള ഈ ഒരു സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളുടെയും ഒപ്പം ഈ സമരക്കാരുടെയും ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഹർജികളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായിട്ടുള്ള നടപടികൾ ഉണ്ടായി എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ലൈംഗിക അതിക്രമം വരെ ഈ സമരത്തിന്റെ വേളയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കാര്യങ്ങളും കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുന്നതിനാണ് ഇത്തരത്തിലൊരു ഉന്നതതല സമിതി രൂപീകരിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. അശ്വതി. ശരി ജിഷ്ണു, നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിൽ ഉണ്ടായ സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ഉത്തരവ് എന്തായാലും നാളെ പുറത്തിറങ്ങും. വിവരങ്ങളാണ് ജിഷ്ണു നൽകിയത്.